സമരം സമാധാനപരമാണ് എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല. ഓരോ സ്ഥലങ്ങളിലായിട്ട് ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഈ ഒരു സമയത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ മൊത്തത്തിൽ ഒരു ഹർത്താലിന്റെ പ്രതീതി ജില്ലയിൽ മൊത്തത്തിലുണ്ട്. നമുക്ക് ഈ റോഡിലെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ വാഹനങ്ങളൊക്കെ വളരെ കുറവാണ്. ഒന്നോ രണ്ടോ ചില വാഹനങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ. നേരത്തെ ഒരു KSRTC ബസ് ഇതുവഴി കടന്നു പോയിരുന്നു. അതിനകത്ത് വളരെ കുറച്ച് യാത്രക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ബസ് സ്റ്റാൻഡിലടക്കം സമരാനുകൂലികൾ ബസ് തടയുന്ന ഒരു സാഹചര്യമുണ്ട്. അടൂരിൽ KSRTC ബസ്സുകളും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകളും സ്ത്രീകൾ അടക്കമുള്ള സമരാനുകൂലികൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ പോലീസുമായിട്ട് വാക്കേറ്റമുണ്ടായിരുന്നു. പോലീസ് സമരക്കാരോട് പോയി പണി നോക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരു തരത്തിലും ഇങ്ങനെ ബസ് തടയുന്ന ഒരു സമര രീതി അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു പോലീസ് സമരക്കാരോട് അടൂരിൽ പറഞ്ഞിരുന്നത്. എന്തായാലും 10 മണിയോടുകൂടി കൂടുതൽ സമരാനുകൂലികൾ അടൂരിന്റെ ടൗണിലേക്ക് വരുമെന്നുള്ള ഒരു ആഹ്വാനമൊക്കെ നടത്തിയിട്ടാണ് അവർ ഇപ്പോൾ അവിടെ പ്രതിഷേധിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു വാർത്ത വരുന്നത്. തിരുവല്ലയിൽ ക്യാൻസർ രോഗിയെ സമരാനുകൂലികൾ തടഞ്ഞു. ക്യാൻസർ രോഗിയായിട്ടുള്ള തിരുവല്ല സ്വദേശി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ വേണ്ടി ബസ് സ്റ്റാൻഡിലേക്ക് വന്നപ്പോൾ സമരാനുകൂലികൾ ഈ പറയുന്ന ക്യാൻസർ രോഗിയെ തടയുകയായിരുന്നു. ഇന്ന് ആശുപത്രിയിൽ പോകണമെന്ന് കാട്ടിയുള്ള രേഖ കയ്യിലുണ്ടെങ്കിൽ കടത്തിവിടാം എന്ന് പറഞ്ഞുകൊണ്ട് സമരാനുകൂലികൾ ഈ പറയുന്ന രോഗിയെ തടയുന്ന ഒരു സാഹചര്യം തിരുവല്ലയിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തിരുവല്ലയിലും അടൂരിലും പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിലുമാണ് നിലവിൽ 1-2 ചില അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കൂടുതൽ കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. അതിന് 10 മണിയോട് കൂടി മാത്രമേ പത്തനംതിട്ട നഗരം കൂടുതൽ സജീവമാവുകയുള്ളൂ. അപ്പോൾ ഒരു പക്ഷേ കൂടുതൽ പ്രതിഷേധങ്ങൾ ജില്ലയിൽ ഉണ്ടായേക്കാനുള്ള സാധ്യത കൂടി കണക്കിലെടുക്കണം. എന്തായാലും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ പലയിടങ്ങളിലായിട്ടുണ്ട്. പക്ഷേ പൊതുവിൽ റോഡിലൊക്കെ ഒരു സമരത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ഹർത്താലിൻ്റെതായിട്ടുള്ള ഒരു പ്രതീതിയുണ്ട്. കൂടുതൽ ആളുകളെയൊന്നും റോഡിലേക്ക് കാണുന്നില്ല. പക്ഷേ 1-2 ചില വാഹനങ്ങൾ പോകുന്നുണ്ട്. പോകുന്ന വാഹനങ്ങളെ സമരാനുകൂലികൾ തടയുകയാണ്. അവശ്യ സർവീസുകളെ ഈ സമരത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും പാലും പത്രവും ആശുപത്രിയും ഒക്കെ അടക്കം ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ചിലയിടങ്ങളിൽ ആശുപത്രിയിലേക്ക് പോകുന്ന രോഗികളടക്കം മരുന്നുമായി വരുന്ന വണ്ടി അടക്കം തടയുന്ന ഒരു സാഹചര്യം മറ്റ് പലയിടങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. തിരുവല്ലയിലാണ് ക്യാൻസർ രോഗിയെ തടയുകയും ഒപ്പം തന്നെ മരുന്നുമായി പോയ വാഹനം തടയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് പോലീസ് ഇടപെട്ട രംഗം ശാന്തമാക്കിയെന്നുള്ള ചില വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറിൽ കൂടുതൽ പ്രതിഷേധം ജില്ലയിൽ ഉടനീളം ഉണ്ടാകാനുള്ള ഒരു സാധ്യത